കുറച്ച് ആൾക്കാർ നമ്മളെ എപ്പോഴും ഒരുപോലെ സ്നേഹിച്ച പഴയ കുറേ ആൾക്കാരുണ്ട്. അതൊന്നും പേരും ഒന്നും കണ്ടിട്ടല്ല, ഇപ്പോഴും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വാല്യൂ വന്നു, ആൾക്കാർ അംഗീകരിച്ച് വന്നപ്പോൾ. എന്താണ് ആ കുട്ടിയോട് മാത്രം പ്രേമം തോന്നാൻ ഒരു കാരണം എന്ന് ചോദിക്കുന്ന പോലെ എന്താ ഡാൻസിനോട് സത്യം പറഞ്ഞാൽ ഡാൻസ് എല്ലാ ഡാൻസേഴ്സും പറയുന്ന പോലെ ഡാൻസ് എൻ്റെ ഭയങ്കര സോള് ഡാൻസ്, അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ഡാൻസിനെ കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാർ വളരെ കുറവാണ്. അത് പക്ഷെ നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും അത് കുറ്റം പറയാൻ പറ്റില്ല. ഇതിനെ കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരില്ല. ഒരു അവാർഡ് ഇങ്ങനെ ഞാൻ മണക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജനപ്രീതി കിട്ടിയ സോഷ്യൽ മീഡിയ താരം എന്നുള്ള രീതിയിൽ ഒരു വലിയ അവാർഡ് നമുക്ക് കിട്ടി. അതിന് കമന്റ് പോലും ഇല്ലായിരുന്നു, ഡയറക്റ്റ് വന്നിട്ട് ഗോൾഡൻ സ്റ്റാർ കിട്ടുമായിരുന്നു. അതെ, അതൊരു ഭയങ്കര, അത് ആശാ മാമൊക്കെ നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ആശാ മാമൊക്കെ വന്ന് ഭയങ്കര ഒരു ഹഗ് എൻ്റെ കണ്ണിലേക്ക് കുറച്ചേരം നോക്കിയിരുന്നത്. അപ്പോഴും എനിക്ക് ആ ലുക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ശ്രീശാന്ത് സാർ ആണെങ്കിലും ആ ഒരു മൊമെന്റ് ഭയങ്കര പ്രൗഡ് ചെയ്യുന്നു. വ്ളോഗ് ഒക്കെ കാണുമ്പോഴാണെങ്കിൽ പോലും ചേച്ചി ഭയങ്കര ഒരു ഓപ്പൺ ബുക്കാണ്, ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ഓപ്പൺ ആണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ടുണ്ട്, സീരിയസ് ആയിട്ടുള്ള അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, കൈവച്ചിട്ട് അടി ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഒരു അങ്ങനെയൊന്നല്ല. ഡാൻസ് സ്കൂള് തുടങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ ഒരുപാട് ഡാൻസിങ് സ്കൂൾസ് ഉണ്ട്, ഒരുപാട് ഡാൻസ് മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഇടയിൽ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ, ഡാൻസിങ് സ്കൂൾ തുടങ്ങുന്നതിനൊക്കെ മുന്നേ ചേട്ടൻ ഫേസ് ചെയ്ത ആ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ഒക്കെ ഇങ്ങനെയുള്ളത്? നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഡാൻസ് സ്കൂളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഫീസ് കിട്ടണം. അത് ഇപ്പോൾ മോള് എൻ്റെ സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇയാൾ ചേർന്ന ദിവസമായിരിക്കില്ലേ അടുത്ത കുട്ടി ചേർന്നിട്ടുണ്ടാവുക. അപ്പോൾ ഫീസ് കളക്ട് ചെയ്യാൻ പല സമയത്തായിരിക്കും നമുക്ക് ഫീസ് കിട്ടുക. അത് നമ്മുടെ ഒരു കാര്യത്തിനും നടക്കില്ല. ചിലപ്പോൾ മാസ വാടക കൊടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് വാടക കൊടുക്കാതെ ഷട്ടർ അടച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡാൻസ് ക്ലാസ്സൊക്കെ. പിന്നെ കുട്ടികളില്ലാതെ ഇരുന്നിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഈ കല എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉള്ളൊരു ഫീലാണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്താണ്. അത് നമ്മൾ പുറമെ കാണിക്കില്ല. നമ്മൾ ഉള്ള ഡ്രസ്സും അത് അടിപൊളിയാക്കിയിട്ട് പൈസ ഇല്ലാത്തത് പുറത്ത് കാണിക്കില്ല. അത് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയായിരിക്കും. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ആ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഉണ്ടെന്ന് കാണിക്കും. പക്ഷെ ഒന്നും ഉണ്ടാവില്ല, ഒരു സംഗതി ഉണ്ടാവില്ല, കയ്യിൽ ഉണ്ടാവില്ല. നമുക്കത് പൈസ, കലാകാരന്മാർക്ക് പൈസ വരിക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പേർക്ക് അത് വരും. അത്രയും ബ്ലെസ്സിങ്, ഭാഗ്യം, ഹാർഡ് വർക്കും ഒക്കെ ഉണ്ടാവണം. അതെല്ലാം കൂടെ കിട്ടിയ ഭാഗ്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അതിലൂടെയൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ സ്റ്റോപ്പ് ചെയ്യാത്തൊരു സാധനമുണ്ട്, ഹാർഡ് വർക്ക്. അത് വർക്ക് ചെയ്യായിരുന്നു നല്ലോണം, എപ്പോഴും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്കിപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കഷ്ടപ്പാട് ഒരുപാടുണ്ടോ, അത് പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ടാവും ഒരു കഷ്ടപ്പാട്. അത് പിന്നെ ലാഗ് അടിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു എന്താ പറയുക, ലൈഫിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്ത ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം എന്താണെങ്കിലും നമുക്ക് അറിയണം. അയ്യോ കളിയാക്കാനല്ല, അല്ലല്ല, കളിയാക്കലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. അത് ഉണ്ടായിട്ടുണ്ട്. കളിയാക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഡാൻസിനെ കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാർ വളരെ കുറവാണ്. അത് പക്ഷെ നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും അത് കുറ്റം പറയാൻ പറ്റില്ല. ഇതിനെ കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരില്ല. അപ്പോൾ വളരെ കുറവാണ്. ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ നമ്മുടെ ചുറ്റും വളരെ കുറവാണ്. അപ്പോൾ ഈ ഡാൻസൊക്കെ കളിച്ച് ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഫീസ് ഇട്ടിട്ട് രക്ഷപ്പെടുക. അപ്പോൾ കളിയാക്കൽ ഒരുപാട് ഫേസ് ചെയ്ത് വിട്ടു. പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളെന്താ പറയുക, നമ്മുടെ പല രീതിയിലും പല പ്രശ്നത്തിലും കളിയാക്കൽ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊക്കെ പോസിറ്റീവായിട്ടേ എടുത്തിട്ടുള്ളൂ. ആരും ഇപ്പോൾ കുറ്റം പറയാനില്ല. അന്നത്തെ കാര്യത്തിൽ നമുക്ക് പെയിനുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലുക്കിന് പറയുന്നതും നമ്മുടെ ഹെയർ സ്റ്റൈൽ പറയുന്നതും പല കാര്യങ്ങളും പറയുന്നതും നമ്മൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ കണ്ണിൽ അത് ശരിയാണ് എന്ന് ഞാൻ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അവർക്കൊരു വലിയൊരു തിരിച്ചടി കൊടുക്കുക അതൊന്നുമില്ല കേട്ടോ. അന്ന് പറഞ്ഞതും ശരിയാണ്, ഇപ്പം ഞാൻ വിശ്വസിക്കുന്നതും ശരിയാണ്. ഇപ്പം നിങ്ങൾക്കത് പറഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല.
അന്ന് പറയുമ്പോൾ ഈ അവർ ചിന്തിക്കുന്നത് നശിച്ചു പോകണ്ട, ഇതിൽ നിന്നിട്ടൊന്നും ഇതാവണ്ടെന്ന് വെച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇന്ന് പറയുമ്പോൾ ആ സപ്പോർട്ടിൽ വിജയിക്കുമ്പോൾ ആ ആൾക്കാർ സന്തോഷം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരൊന്നും കുറ്റം പറയാൻ വയ്യ. അപ്പോൾ ഞാൻ പെയിൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ അന്ന് ഇൻസൾട്ടും പല രീതിയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനത് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെയായിരുന്നു ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ ഫേസ് ചെയ്ത് നല്ല എന്താ പറയുക, എനിക്കൊരു നാളൊരു ദിവസം ഉണ്ടാകും അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു ശരിക്കും ഇപ്പോൾ ചേട്ടനെ ഒരു വിശ്വാസം ഉണ്ടടാ, വിശ്വാസം ഉണ്ടായിരുന്നു. നല്ല എവിടെങ്കിലൊക്കെ ഇതിൽ തന്നെ ഉറച്ചു നിന്നാൽ ഒരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ പണ്ട് വെച്ച് നോക്കുമ്പോൾ സക്സസ് ഉണ്ട്, നല്ല അതൊരു സന്തോഷമാണ്. ഇപ്പൊ ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. ഇപ്പൊ ഡാൻസ് സ്കൂളിലൊക്കെ ഒരുപാട് കുട്ടികളായോ, എങ്ങനെയാണ്? അത് ഉണ്ട്, അടിപൊളിയായിട്ട് കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ സൂപ്പറായിട്ട് പോകണം, നല്ല അടിപൊളിയായിട്ട് പോകണം. ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഹാപ്പിയാണ്. പാർട്ട്നേഴ്സ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും ഇതിനെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അതാണ് ഇപ്പോൾ ഇപ്പൊ ചേട്ടന്റെ ഫാമിലി വ്ളോഗില് അമ്മയെ പറ്റി ഒന്നും പറഞ്ഞില്ല, ഇന്റർവ്യൂസിലൊന്നും പറഞ്ഞില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു മൊമെന്റ് കിട്ടിയിരിക്കുകയാണ്, ഒരു ഇന്റർവ്യൂ കിട്ടിയിരിക്കുകയാണ്. സോ അമ്മ എങ്ങനെയായിരുന്നു ചേട്ടനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിരുന്നു? അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ചേട്ടന്റെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു? സത്യം പറഞ്ഞാല് ഡാഡി ഭയങ്കര കുറച്ച് സ്ട്രോങ് ആണ് ആള്. ഡാഡി പഠിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പഠിച്ച് പണിയാക്കുക, കുറച്ച് എഡ്യൂക്കേഷൻ ആ രീതിക്കായിരുന്നു. അമ്മ പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഒരു സന്തോഷത്തിന് കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് അമ്മ ടൈലർ പണിക്ക് പോയിട്ടും പല പണിക്ക് അമ്മേൻ്റെതായിട്ടുള്ള ജീവിതമാർഗ്ഗം അമ്മ നോക്കുമായിരുന്നു. നമ്മൾ ആരും ഡാഡീനെയും ഡിപ്പെൻഡ് ചെയ്യാതെ. അപ്പോൾ പക്ഷെ അമ്മ ചെയ്യുന്ന കാര്യം അമ്മ സ്വന്തമാണ്, വേറെ ആരും അണ്ടറിൽ വർക്ക് ചെയ്യാതെ തന്നെ സ്വന്തമായിട്ട് അമ്മ പലതും ചെയ്യും. കുക്കിംഗ് ആണെങ്കിലും അമ്മ ഒരു എന്താ പറയുക, അമ്മ ഒരു ക്യാൻറ്റീനൊക്കെ നടത്തി കോളേജിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന. എന്നെ സംബന്ധിച്ച് ഭയങ്കര റെസ്പെക്റ്റാണ് എനിക്ക് അമ്മേനോട്. ആ അമ്മേൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ട്, അതിന് ഭയങ്കര ഫീലാണ്. അപ്പോൾ അമ്മ എന്ന് പറയുന്ന ആൾ നമുക്ക് സപ്പോർട്ടിങ്ങുമാണ്, എന്തും പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ടും കൂടിയാണ് എൻ്റെ. മോനെ ഇപ്പോഴും മോനെ മുത്തേ എന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പോഴും ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഉമ്മ എന്ന് പറയും, ഉമ്മ വയ്ക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് കൈ പിടിച്ച് ആ ഉമ്മ വയ്ക്കും. അമ്മേൻ്റെ ഇപ്പോഴും ആ അടുക്കള പണിയെടുത്ത ആ ഒരു വേർപ്പിൻ്റെ സ്മെല്ലും, പിന്നെ അമ്മ ഇപ്പോഴും ആ ഒരു ഫുഡൊക്കെ ടേബിൾ കൊണ്ട് തരുമ്പോഴും ഭയങ്കര നമുക്ക് എന്തും ഓപ്പൺ അടിച്ച് പറയാൻ പറ്റും. അത് അമ്മേൻ്റെ ഒരു കഷ്ടപ്പാട് എല്ലാത്തിനും ഉണ്ട്, എല്ലാ കാര്യത്തിനും ഉണ്ട്. അതൊരു ഭയങ്കര ഫീലാണ്. അത് നമുക്ക് എല്ലാവർക്കും, നമ്മളെപ്പോലെ എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷേ എനിക്ക് അതുപോലെ ഒരു ഫീല് ഇത് ഇപ്പോഴും ഉണ്ട്. അമ്മ എന്ന് പറയുന്നതാണ് ഞാൻ ഫസ്റ്റ്. അത് വിചാരിച്ച് ഡാഡി സെക്കൻഡറി അല്ല, പക്ഷെ ഡാഡിനോടുള്ള ഒരു സ്റ്റൈല് വേറെയാണ്. അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെയാണ്. അതെ അമ്മ. പക്ഷെ ഇപ്പൊ ഡാഡി വളരെ ഒരു കുട്ടികളെ പോലെ ആയിപ്പോയി. ഡാഡി ഇപ്പൊ ഭയങ്കര സിമ്പിൾ മാനായി. ഡാഡിനോട് എന്തും പറയാ, ഡാഡിന്റെ തോളിൽ കൈയിടുക, ഡാഡിനെ കെട്ടിപ്പിടിക്കുക, ഇപ്പോൾ ഡാഡിനെ എടുത്ത് പൊന്തിക്കുക, ഡാഡിനോട് പഞ്ച പിടിക്കുക, അങ്ങനത്തെ ഒരു മൂഡായി. അപ്പം ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴും രണ്ടുപേരും ഒരേപോലെ എന്ന് ഞാൻ പറയുന്നില്ല, രണ്ട് വേവാ. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ക്ലോസ് അമ്മയാണ്. ഡാഡീൻ്റെ അടുത്ത് ഒരു ഭയങ്കര വേറൊരു മൂഡ്, വേറൊരു സ്നേഹം ഒരുപോലെ, പക്ഷെ എന്തൊക്കെയോ നമുക്ക് കുറച്ചും കൂടി അങ്ങനെ അറ്റാച്ച്. അതെ അതെ. ഇപ്പോൾ ഒരു ഡാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും എന്താണ് ഡാൻസിനോട് ഇത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം? എനിക്ക് തോന്നുന്നു ഒരുപാട് ഡാൻസേഴ്സിന് ഇതൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായി ശരിക്കും ഡാൻസിനോട് ഇത്രയ്ക്ക് അങ്ങോട്ട് ഒരു എന്താണ് ആ കുട്ടിയോട് മാത്രം പ്രേമം തോന്നാൻ ഒരു കാരണം എന്ന് ചോദിക്കുന്ന പോലെ എന്താ ഡാൻസിനോട് ഇത്രയ്ക്ക്? സത്യം പറഞ്ഞാൽ ഡാൻസ് എല്ലാ ഡാൻസേഴ്സും പറയുന്ന പോലെ ഡാൻസ് എൻ്റെ ഭയങ്കര സോള്, ഡാൻസ് അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ഡാൻസ് എൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ ആ ഡാൻസിലേക്ക് എത്തിച്ച ആൾക്കാരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത ആൾക്കാരുമാണ് ഞാൻ അതിനെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. നമ്മളെ പാർട്ട്നേഴ്സും നമ്മളെ വൈഫ്, ഫാമിലി, അതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ ഡാൻസ് എന്ന് പറയുന്ന സംഭവം എല്ലാവരും അംഗീകരിച്ചപ്പോഴാണ് എനിക്കതൊരു ഭയങ്കര സന്തോഷമായത്. അപ്പോൾ ആ ഒരു സാധനം ഇപ്പം എൻ്റെ ഫാമിലി പോലെ എൻ്റെ കൂടെയായി, എൻ്റെ അലിഞ്ഞു പോയി. അപ്പോൾ ബാക്കി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ എൻ്റെ പ്രയോറിറ്റി എപ്പോഴും ഇത് തന്നെയായിരിക്കും. അതാണ് ഇപ്പോൾ ഡാൻസ് എന്ന് പറയുന്നത് എൻ്റെ ഇമ്പോർട്ടൻറ്റ്.
ഇപ്പൊ ഒരു ഡാൻസ് മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സോങ്ങിനാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവ്സ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്, കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേക ഒരു ടാലൻ്റാണ്. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് ഇപ്പം ഓരോ സ്കെഡ്യൂളാണ്, ഓരോ കുട്ടികൾ ഇപ്പം ഓരോരുത്തർക്ക് ഓരോ സ്കെഡ്യൂൾ ആയിരിക്കുമല്ലോ ഡാൻസിൽ, ഇപ്പോൾ ഡാൻസ് സ്കൂളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് ചേട്ടൻ്റെ ആ ഒരു റുട്ടീൻ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഒരു സെഷൻ, വലിയ ആൾക്കാർക്ക് ഒരു സെഷൻ, പിന്നെ ഡാൻസ് ഫിറ്റ്നസ് ഉണ്ട്, സുംബ ഫിറ്റ്നസ് ഉണ്ട്, ഫിറ്റ്നസ്സിന് വേറൊരു സെഷൻ, ഇങ്ങനെ ഓരോ സെഷൻ ഉണ്ട്. നമ്മൾ ഓരോ ബാച്ചായിട്ട് തിരിച്ചുണ്ട്. അപ്പോൾ എൻ്റെ റൂട്ടീൻ, ഞാനൊന്നും അധികം പ്ലാൻഡ് അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട, ചിലപ്പോൾ ഞാൻ കാറിൽ വരുമ്പോൾ കേൾക്കുന്ന, റേഡിയോയിൽ കേൾക്കുന്ന പാട്ടായിരിക്കും ഞാൻ അന്ന് പഠിപ്പിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഫീൽ ഉണ്ടാകുന്ന. അപ്പോൾ ഞാൻ ഫിറ്റ്നസ് പോലും, ഇപ്പോൾ ഡാൻസ് ഫിറ്റ്നസ് പോലും ഞാൻ പഠിപ്പിക്കുന്നത് ആളുകളുടെ പൾസ് നോക്കിയിട്ട്, അപ്പോൾ ഫീൽ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അത് സക്സസ് ആയിട്ടാണ് പോണത്. അല്ലാതെ പ്ലാൻഡ് ആക്കിയിട്ടോ അങ്ങനെയൊന്നും ചിന്തിക്കണില്ല. ഇങ്ങനെ ഒരു പൾസിൽ അങ്ങനെ പോകണോ, അത് എന്തൊക്കെയോ ശരിയാവണം. ലക്ക് സത്യം പറഞ്ഞാൽ ലക്ക് മാത്രം. പിന്നെ ഓരോരുത്തരെ പ്രാർത്ഥന, നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം, അതാണ്. ഒരു ഡാൻസർ എന്ന നിലയ്ക്ക് ചേട്ടൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ എന്താണ്? സ്ട്രെങ്ത്, വീക്ക്നെസ് ആളുകളുടെ സപ്പോർട്ടാണ്. നമുക്ക് എന്തൊരു സംഭവത്തിനും വിജയം എന്ന് പറയുമ്പോൾ സപ്പോർട്ടല്ലേ, അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് മുന്നോട്ട് പോകും. ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ വന്നു, യൂട്യൂബൊക്കെ തുടങ്ങി 248K സംതിങ് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് പേഴ്സണൽ, പി സ്കൂളിന് വേറെ ഉണ്ട്, പേഴ്സണൽ വേറെ ഉണ്ട്, അങ്ങനെ കുറെ ചാനൽസ്. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട്. ഒക്കെ നമ്മളിപ്പോൾ ഈ വഴി തന്നെയാണ് അതിൻ്റെ ഇതൊക്കെ പോകുന്നത്. അവർക്കൊക്കെ ഫോളോവേഴ്സ് കൂടിയോ? എല്ലാവരും അടിപൊളിയായിട്ട് നല്ല സന്തോഷമായിട്ട്, അവരുടെ മനസ്സിലാണെങ്കിൽ നമുക്കുള്ളൊരു വാല്യൂ കൂടി. അവര് കുറച്ച് ആൾക്കാർ നമ്മളെ എപ്പോഴും ഒരുപോലെ സ്നേഹിച്ച പഴയ കുറേ ആൾക്കാരുണ്ട്. അതൊന്നും പേരും ഒന്നും കണ്ടിട്ടല്ല, ഇപ്പോഴും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വാല്യൂ വന്നു, ആൾക്കാർ അംഗീകരിച്ച് വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം വേറെ ഉണ്ട്, ഭയങ്കര ഡെപ്തായിട്ട് കിട്ടുന്ന സ്നേഹം, പല രീതിയിലും സ്നേഹങ്ങൾ അടിപൊളിയായിട്ട്. ഒരു അവാർഡ് ഇങ്ങനെ ഞാൻ മണക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നോ അവാർഡിന്റെ കാര്യമൊക്കെ, അവാർഡ് വിശേഷങ്ങൾ? നമുക്ക് 2023 നമ്മളെ ആളുകളുടെ അടുത്തേക്ക് എത്തിയൊരു വർഷം, ഒരുപാട് ആൾക്കാർ അംഗീകരിച്ച വർഷം. അപ്പോൾ അത് വലിയൊരു, ഏറ്റവും കൂടുതൽ ജനപ്രീതി കിട്ടിയ സോഷ്യൽ മീഡിയ താരം എന്നുള്ള രീതിയിൽ ഒരു വലിയ അവാർഡ് നമുക്ക് കിട്ടി, നമുക്ക് കൈവന്നു. അതിനുള്ളൊരു ഭാഗ്യം എല്ലാവരും സപ്പോർട്ട് കൊണ്ട് കിട്ടി. അതൊരു ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ഡാൻസിങ് സ്റ്റാർസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഇപ്പോൾ ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടു, അക്കുബേഷ്യ അമൃത ചേച്ചിയൊക്കെ ആയിട്ടുള്ള ഒരു. അപ്പോൾ ഞാനത് ആ ഒരു പ്രോഗ്രാം ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഇതൊക്കെ എങ്ങനെ എന്ന് വെച്ചാൽ കൂടുതൽ ലിഫ്റ്റിംഗ് ആണല്ലോ, ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഡാൻസ് ആണ് അല്ലേ അത്. അപ്പൊ എങ്ങനെയാ ചേട്ടാ ആ ഒരു പ്രാക്ടീസ് സെഷനൊക്കെ എങ്ങനെ? ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അയ്യോ ഇതിൻ്റെയൊക്കെ പ്രാക്ടീസ് സെഷൻ എങ്ങനെയായിരിക്കും, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അല്ലേ, ആ ഒരു മെമ്മറീസ് എങ്ങനെയാണ്? അത് സത്യം പറഞ്ഞാല് നമ്മുടെ ഒരു ഇതല്ല കേട്ടോ. അത് അങ്ങനെ ഒരു ഫോം കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. അത് ഫസ്റ്റ് ടൈം ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന, അത്ര ലിഫ്റ്റ് ചെയ്യും, പക്ഷെ ത്രൂ ഔട്ട് അതൊരു കുട്ടീനെ വെച്ചിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ, അമ്മ ആണെങ്കിലും അത്യാവശ്യം വെയിറ്റുള്ള കുട്ടിയാണ്. പക്ഷേ എൻ്റെ മാത്രം ഒരു സപ്പോർട്ടിനെ കൊണ്ട് അവൾക്കും ചെയ്യാൻ പറ്റില്ല. ഇതിനേക്കാളും വലിയൊരു ബോണായിട്ട് അതിൻ്റെ കൊറിയോഗ്രാഫറാണ് താജുക്ക നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫറാണ്. അപ്പോൾ ആ ആൾ തന്ന ഒരു ഭയങ്കര സപ്പോർട്ടാണത്. നമ്മളതിൽ എന്തെങ്കിലും അതിലൊരു പെർഫെക്ഷൻ ഉണ്ടെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ആ ആൾ തന്നൊരു ധൈര്യമാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതിൽ ആ പെൺകുട്ടിയാണെങ്കിലും ആ കുട്ടി നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കുറേ പെയിനും കുറേ രീതിയിലും. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ എഫേർട്ട് അവരൊക്കെ നോക്കുമ്പോൾ എൻ്റെ എഫേർട്ട് വളരെ, എനിക്കത് അതൊരു വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അവർ തന്ന, താജുക്ക എന്നെ പഠിപ്പിച്ചതും ആ കുട്ടി അതിനെടുത്ത ധൈര്യം, അതാണ് ഞാൻ എപ്പോഴും വലുതായിട്ട് കാണുന്നത്. അതൊരു ഭയങ്കര വലിയ സംഭവം. അത് കംപ്ലീറ്റ് ക്രെഡിറ്റ്, അത് സപ്പോർട്ട് ചെയ്ത്, അതിന് കമൻറ്റ് പോലും ഇല്ലായിരുന്നു, ഡയറക്റ്റ് വന്നിട്ട് ഗോൾഡൻ സ്റ്റാർ കിട്ടുമായിരുന്നു. അതെ, അതൊരു ഭയങ്കര, അത് ആശാ മാമൊക്കെ, നമ്മൾ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ആശാ മാമൊക്കെ വന്ന് ഭയങ്കര ഒരു ഹഗ് എൻ്റെ കണ്ണിലേക്ക് കുറച്ച് നേരം നോക്കിയിരുന്നുണ്ട്. അപ്പോഴും എനിക്ക് ആ ലുക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ശ്രീശാന്ത് സാറാണെങ്കിലും ആ ഒരു മൊമെൻ്റ് ഭയങ്കര പ്രൗഡ് ചെയ്യുന്നു. ഞാൻ കരഞ്ഞു വേണ്ടിയിരുന്നു അതിലും. അത് അവരുടെ ഒരു സപ്പോർട്ടാണ് എനിക്കത് കിട്ടി. അതായത് നമ്മളങ്ങനെ എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതിൽ അങ്ങനെ നിന്നേ ഉള്ളൂ അവരുടെ ഒരു. ഞാൻ ആ ഒരു
ആ ഒരു പ്രോഗ്രാം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വെച്ചാൽ ഈ ഒരു ലിഫ്റ്റിംഗ്, കണ്ടിന്യൂസ് ലിഫ്റ്റിംഗ്, അപ്പോൾ ആ ഒരു പ്രാക്ടീസ് സെഷനൊക്കെ ഭയങ്കര ഇവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആ ഒരു പ്രോഗ്രാം കാണുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കഷ്ടപ്പാട്, പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു, നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു അത്? അതൊരു ഒരാഴ്ച, ഒന്നൊന്നര ആഴ്ച ഒന്നൊന്നര ആഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് ചെയ്യില്ല, ഒരു 1.5 മണിക്കൂർ നമ്മൾ ടയർഡാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്തൊക്കെ അങ്ങനെ ചെയ്യുന്നൊരു സംഭവം. എന്നാലും ആ കൊറിയോഗ്രാഫറും അതിൽ ഹാപ്പിയാണ്, പഠിപ്പിച്ച കുറച്ച് ഹാപ്പിയാണ്. പക്ഷെ അതിലും പെർഫെക്ഷൻ്റെ കുറവും സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും, ഓഡിയൻസിനും സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. എന്നാൽ പോലും അതിന് ആ എഫേർട്ടിന് അങ്ങനെ ഒരു പുതുമയല്ല, സോറി, അതൊക്കെ ഒരുപാട് ആൾക്കാർ, കുട്ടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെടുത്ത് അത് എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വളരെ ചിരിച്ച് 2 സ്റ്റെപ്പ് നേരത്തെ കമന്റ് പറഞ്ഞവർ വളരെ സിമ്പിളായിട്ട് ഒരു കുഞ്ഞി സ്റ്റെപ്സ് ഒക്കെ ഇട്ട് ബാക്കിയുള്ളൊരു ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വളരെ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ട് പാടി ചെയ്യുമ്പോൾ എനിക്കൊരു പോസിറ്റിവിറ്റി കിട്ടാറുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എളുപ്പവഴി കൂടി ആയിരുന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെടുത്ത് നിന്ന് ആരും അത് പ്രതീക്ഷിച്ചില്ല. അതായിരുന്നു അതിൻ്റെ വൗ ഫാക്ടർ. എല്ലാവരും നല്ല ഹാർഡ് വർക്കർ ചെയ്യുന്നു ആ ബാച്ചിലുള്ള എല്ലാ കുട്ടികളും. ഞാനായിരുന്നു ഞാനായിരുന്നു ഉഴപ്പായിട്ടുള്ള ഒരാള്. ഇപ്പോൾ ബിഹൈൻഡ് ദ സീൻസ് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് ഉള്ള ഒരു റീലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ചെറുതല്ല. നമ്മൾ ജസ്റ്റ് ഇപ്പം സ്ക്രോൾ ചെയ്തൊക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും ഓക്കെ ഇത്രയല്ലേ ഉള്ളൂ, ഇതൊക്കെ ഭയങ്കര എളുപ്പമല്ലേ. അപ്പോൾ ഈ ബിഹൈൻഡ് ദ സീൻസ് ഇടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂടെ മനസ്സിലാവുന്നത് ഇതിന് ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ഡാൻസ് ചെയ്തപ്പോഴാണ് ഭയങ്കര ഒരു എഫേർട്ട് ഇടേണ്ടി വന്നത്? ഭയങ്കര അല്ല, ആ ഒരു 30 സെക്കൻഡ്സ് 40 സെക്കൻഡ്സ് അല്ലെങ്കിൽ 15 സെക്കൻഡ്സിൽ വീഡിയോ ഇടുമ്പോൾ ഭയങ്കര ഒരു എഫേർട്ട് ഇടേണ്ടി വന്നൊരു? ഇല്ലടാ, എന്നെ സംബന്ധിച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഒരു ഭയങ്കര ഒരു ഗ്രൂപ്പ് എഫേർട്ട് ഇതുവരെ വന്നിട്ടില്ല. ബാക്കിയുള്ള ഡാൻസേഴ്സ് ചെയ്യുന്ന പോലത്തെ ഒരു കഷ്ടപ്പാട് എനിക്കൊരു ഡാൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടില്ല. അതിന് എഫേർട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഫാസ്റ്റ് ലേണേഴ്സ് ആണ് എല്ലാവരും ഫാസ്റ്റ് ലേണേഴ്സും ആണ്, എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് ആണ്, കൂടെ നിൽക്കുന്നവരാ. അപ്പോൾ അതിന് പെട്ടെന്നൊരു ഓക്കെ. ആര്യ ചേച്ചി ഇപ്പം ഇപ്പൊ റീൽസ് ഒക്കെ കാണുമ്പോഴാണ്, റീൽസ് അല്ല സോറി, വ്ളോഗ് ഒക്കെ കാണുമ്പോഴാണെങ്കിൽ പോലും ആര്യ ചേച്ചി ഭയങ്കര ഒരു ഓപ്പൺ ബുക്കാണ്, ഭയങ്കര ആക്റ്റീവ് ആണ്. ഭയങ്കര ഓപ്പൺ ആണ് കേട്ടോ. എന്തെങ്കിലും അവളുടെ അടുത്തൊന്നും ഹൈഡ് ചെയ്യാനോ അവളുടെ അടുത്ത് വല്ലാതൊരു കള്ളത്തരം കാണിക്കാനൊന്നും പറ്റില്ല. അവർക്ക് വേഗം മനസ്സിലാവും. ചിലത് മനസ്സിലായാലും മനസ്സിലാവാത്ത മാതിരി നിൽക്കും. അത് അവളുടെ വലിയ പോസിറ്റീവ്. അതിനെ കൊണ്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. ഭയങ്കര സപ്പോർട്ടാണ്, നല്ല രീതിയിലടോ, നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹവുമാണ്, സപ്പോർട്ടുമാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ഇതുവരെ കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ വെറുതെ കുറേ ഷോ ഡയലോഗ് അടിച്ച് കാട്ടിക്കൂട്ടൽ, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കാട്ടിക്കൂട്ടുക എന്ന് വിചാരിക്കാറില്ല. പക്ഷെ എന്നാലും ചില രസങ്ങൾ അത് ആൾക്കാർ കാണുമ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടാവുന്ന ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിലതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. പക്ഷെ അത് ജെനുവിനാണ്, ഇതുവരെ ജെനുവിനാണ്. ഇനി അങ്ങോട്ട് ഒന്നും അറിയില്ലടാ. ഞാൻ ഫ്യൂച്ചർ ഇതുവരെ ഞാൻ ചിന്തിക്കാറില്ല. ഇതുവരെ നമ്മൾ സന്തോഷമായിട്ട് പോകുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. 24 ഹവറിൻ്റെ ഉള്ളിൽ എന്ത് പ്രശ്നങ്ങളുടെ തീർക്കും, നല്ല അടിയൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമുക്കത് കാണുമ്പോൾ അത് തോന്നില്ല. കാരണം ചേട്ടൻ ഭയങ്കര കാമ, പുറമേ നോക്കുമ്പോൾ ചേട്ടൻ ഭയങ്കര കാമാണ്. അതുപോലെ തന്നെ ചേച്ചിയാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അതൊക്കെ വീഡിയോന്റെ മുന്നിൽ ഉണ്ടായിട്ടാടാ, അല്ലാതെ നമ്മള് അങ്ങനെ ഒരു കാമൊന്നുമല്ല ഞങ്ങൾ അങ്ങനെ. പക്ഷെ നല്ല ഭയങ്കര ഒരു രസങ്ങളുണ്ട് ഞങ്ങളുടെ ഇടയിൽ, ഭയങ്കര ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും. അവളുടെ ചില കളികളൊക്കെ ഭയങ്കര ക്യൂട്ട്നെസ്സാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ട് എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അനിയത്തി ഇല്ലാത്തതും, അവളെനിക്ക് അനിയത്തി ഫ്രണ്ട് വൈഫ് എല്ലാം ആണ്. നല്ല രസമാണ് അവള്. ഒക്കെ ഉണ്ട്, നല്ല ഉണ്ട്. നല്ല പ്രഷറും വെറുപ്പിക്കലും അടിയും ഒക്കെ ഉണ്ടടാ, എല്ലാം ഉണ്ട്. എല്ലാ രസങ്ങളും ഉണ്ട്. നല്ല ഫൈറ്റ് ചെയ്യുമ്പോഴും നല്ല ഫൈറ്റ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൂടിയിട്ടുണ്ട്, സീരിയസ് ആയിട്ടുള്ള അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, കൈ വെച്ചിട്ട് അടി ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഒരു അങ്ങനെയൊന്നുമല്ല. അടിയൊക്കെ ഷുവർ 100% ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഇതുവരെ ഒരു ടൈം പീരീഡ് ഉണ്ട്, വേഗം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ എല്ലാം രസമായിട്ട് പോകണം, രസമായിട്ട് പോകും. അതെ അതെ, എല്ലാം ഉണ്ടാവും. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അത് ഏതൊരു ബന്ധത്തിലും അത് ഉണ്ടാവും, അടിയുണ്ടാവും. ചില ആൾക്കാർ ഓപ്പൺ ആയിട്ട് പറയാൻ മടിക്കും, സന്തോഷം മാത്രമാണ്. പക്ഷെ എൻ്റെ ലൈഫിൽ എല്ലാം ഉണ്ട്.
ഇപ്പോൾ ഒരു ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അവെയർ ആവാറുണ്ട് എന്ന് വെച്ചാൽ ഒരു കുറച്ച് നെഗറ്റിവിറ്റി ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളിൽ അവെയർ ആവാറുണ്ട്. അപ്പോൾ അതൊക്കെ പേഴ്സണാലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മറ്റുള്ളവർക്ക് മോശം തോന്നാൻ പാടില്ല, മറ്റുള്ളവർക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളും ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ അത് നമ്മളുടെയൊക്കെ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ? അതെന്താണെന്നറിയോ, നമ്മൾ റെസ്പോണ്ട് ആളുകളുടെ അടുത്ത് നമ്മൾ ചില കാര്യങ്ങൾ കൂടുതൽ റെസ്പോൺസ് ചെയ്തു തുടങ്ങിയാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. അപ്പം നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അതിനൊക്കെ നമ്മൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാരോടും പലതും പറയേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ എടുക്കുക, അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതും കൂടെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി മാറും. മനസ്സിലായി? എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് പിന്നീട് അത് ആളുകളുടെ ഇടയിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അവരുടെ എല്ലാ റെസ്പോൺസിനെയും നമ്മളൊരു പോസിറ്റീവായിട്ട് എടുക്കുക. പിന്നെ ആവശ്യം വരുന്ന ഘട്ടമാണെങ്കിൽ നമ്മൾ സംസാരിക്കും. ഇപ്പോൾ അല്ലാത്ത പക്ഷം എനിക്ക് വലിയൊരു ആൾക്കാരോട് ഒരു എന്താ പറയുക, ഒരു റിയാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ഞാൻ വലിയ കാര്യങ്ങളിലൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക വലിയ പ്രോബ്ലംസുകൾ അതൊന്നും ഞാൻ എൻ്റെ ഫാമിലിയിൽ പോകുന്ന കാര്യങ്ങൾ, പക്ഷേ അതിൻ്റെ സൊസൈറ്റിയിൽ പോകുന്ന കാര്യങ്ങളിലും ഞാൻ ഭയങ്കര അത് എന്നിൽ ഒതുങ്ങണം. ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് പുറത്താരും അറിയണ്ട, അത് എന്നിൽ ഒതുങ്ങണം. അപ്പോൾ ഞാൻ വലിയ കാര്യങ്ങൾ എന്നെ സംബന്ധിക്കുന്ന കാര്യം ഞാനിപ്പോഴും പറഞ്ഞത്, കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം, ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഫേസ് 4 ആൾക്കാരെ അറിയിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ അത്രയേ ആയിട്ടുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഉപദേശമോ കാര്യങ്ങളോ പറയാനോ ഒന്നും ഞാനായിട്ടില്ല. അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ സൊസൈറ്റിയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു സന്തോഷം ഫണ്ണ് എല്ലാവരും അറിയിക്കുക, അപ്പോൾ അത് ആൾക്കാർക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ഫാമിലിക്ക് ഒരു ഭയങ്കര ഹാപ്പിനെസ്സും ഉണ്ട്. അത് അല്ലാതെ ഒന്നും